ഹായ് ഫ്രണ്ട്സ്, ബിസ്മിക്ക് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസമൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 4 മുട്ടയാണ് ഞാൻ ഇതേപോലെ പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ചുവന്ന മുളക് ചതച്ചതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞി സവാളയുടെ തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, അതും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വരുന്ന പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇത് നല്ല സോഫ്റ്റായി കിട്ടാനാണ് പാൽ ചേർക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതേപോലൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/4 ഭാഗം നമ്മൾ ഈ മുട്ട ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതാ മുട്ട ഒരു ഭാഗം ചെറുതായിട്ട് കുക്കായി തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് അല്പം ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് ഇത് മൊസറല്ല ചീസാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ബ്രെഡ് ഇതേപോലെ ക്രോസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് ചേർത്ത് കൊടുക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ള മല്ലിയില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരല്പം ചുവന്ന മുളക് ചതച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഭാഗം ആകുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്യണം. ഒരു 3 മിനിറ്റൊക്കെ എടുക്കും ആ ഒരു ഭാഗം ആയി വരാൻ. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു 3 മിനിറ്റ് ഞാൻ ആയിട്ടുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് മറിച്ചിടാം. എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് കൗത്തിയിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മൊത്തം നമുക്കിതിനൊരു 5 മിനിറ്റാണ് കുക്കിംഗ് ടൈം ഉണ്ടായത്. ആദ്യം ഒരു 3 മിനിറ്റും പിന്നെ തിരിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റും ആയിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഈ വ്യൂവേഴ്സൊക്കെ ഒരുപാട് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് കാണാൻ ശ്രമിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.